ഇപ്പോൾ മനസ്സിലായല്ലോ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെ പറ്റി പറയാനാണ് നമ്മൾ ഈ ING ചേർത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഐ കഴിഞ്ഞിട്ടാണെങ്കിൽ ആം കഴിഞ്ഞിട്ട് വേർബിൻ്റെ കൂടെ ING, ഹി ഷീ ഒക്കെ ആണെങ്കിൽ ഇസ് കഴിഞ്ഞിട്ട് വേർബിൻ്റെ കൂടെ ING. നേരെ മറിച്ച് വി ദേ യു ഒക്കെ ആണെങ്കിൽ അവിടെ ആർ കഴിഞ്ഞിട്ട് വേർബിൻ്റെ കൂടെ ING ചേർത്താണ് നമ്മൾ എഴുതുന്നത് അല്ലെങ്കിൽ പറയുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എപ്പോഴാണ് വേർബിൻ്റെ കൂടെ ING ചേർത്ത് പറയാൻ പാടില്ലാത്തതെന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് ING ചേർത്ത് നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞ ഒരു സെൻറ്റൻസ് ഒന്ന് പറഞ്ഞു നോക്കാം. അവൾ അവളുടെ മുറി വൃത്തിയാക്കുകയാണ്. എന്താ പറയുക? ഷീ ഈസ് ക്ലീനിങ് ഹെർ റൂം അല്ലേ? ഷീ ഈസ് ക്ലീനിങ് ഹെർ റൂം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കൂ കേട്ടോ. അവൾ അവളുടെ മുറി എന്നും വൃത്തിയാക്കാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താ വ്യത്യാസം? ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നല്ല ഞാൻ പറഞ്ഞത്, അവൾ പതിവായിട്ട് ചെയ്യാറുള്ളൊരു കാര്യത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അല്ലേ? എന്നും ചെയ്യും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അവിടെ ING ചേർത്തല്ല ആ വേർബ് പറയുക. പിന്നെയോ, ഷീ ക്ലീൻസ് ഹെർ റൂം എവ്രി ഡേ, എല്ലാ ദിവസവും, എന്നും. അപ്പോൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മളൊരു കാരണവശാലും ING ചേർത്ത് പറയില്ല. ഇനി മുൻപ് കണ്ട വേറൊരു സെൻറ്റൻസ് നോക്കാം. അയാൾ അയാളുടെ വസ്ത്രങ്ങൾ ഇസ്തിരി ഇടുകയാണ്. എങ്ങനെ നമ്മൾ പറഞ്ഞേ? ഹീ ഈസ് അയണിങ് ഹിസ് ക്ലോത്ത്സ് അല്ലേ? പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അയാൾ അയാളുടെ വസ്ത്രങ്ങൾ ആഴ്ചയിൽ ഒരിക്കലാണ് ഇസ്തിരി ഇടാറുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് അയാൾ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയല്ല. പിന്നെയോ, ആഴ്ചയിൽ ഒരിക്കൽ പതിവായി അയാൾ ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ING ചേർക്കാൻ പാടില്ല. അപ്പോൾ എങ്ങനെ പറയും? ഹി അയൺസ് ഹിസ് ക്ലോത്ത്സ് വൺസ് എ വീക്ക്. ആഴ്ചയിൽ ഒരിക്കൽ, അപ്പോൾ വൺസ് എ വീക്ക്. ഇനി അടുത്തത്, ഞങ്ങളിപ്പോൾ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ, അപ്പോൾ ING ചേർക്കണം. വി ആർ ഈറ്റിംഗ് ലഞ്ച് നൗ. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഞങ്ങൾ സാധാരണ ഒരു മണിയോടുകൂടിയാണ് ഊണ് കഴിക്കാറുള്ളത്. അപ്പോൾ സാധാരണ ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ ING ഇല്ലാതെ പറയാൻ പോകുന്നത്. വി യൂഷ്വലി ഹാവ് ലഞ്ച് അറൗണ്ട് 1. വി യൂഷ്വലി ഹാവ് ലഞ്ച് അറൗണ്ട് 1. ഇനി ഇത് നോക്കൂ, അവർ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കാണാം അവരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്ത് പറയും? ദേ ആർ വാച്ചിങ് എ മൂവി അല്ലേ? ദേ ആർ വാച്ചിങ് എ മൂവി. പക്ഷേ ഇനി ഞാൻ പറയുന്നത് അവരെല്ലാ വെള്ളിയാഴ്ചയും സിനിമ കാണാറുണ്ട്. അപ്പം അതെങ്ങനെ പറയുക? ദേ വാച്ച് മൂവീസ് എവ്രി ഫ്രൈഡേ. കണ്ടോ? എല്ലാ വെള്ളിയാഴ്ചയും. അതുകൊണ്ടാണ് ഞാൻ എവ്രി ഫ്രൈഡേ എന്ന് പറഞ്ഞത്. അപ്പോൾ പതിവായിട്ട് നടക്കുന്നൊരു കാര്യമല്ലേ, അതുകൊണ്ടാണ് ING ഇല്ലാതെ ആ വേർബ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ പറയാൻ പോകുന്ന സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. നോക്കൂ, ദാ സൂര്യൻ ഉദിക്കുകയാണ്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂര്യൻ ഉദിച്ചുയരുകയാണ്. അപ്പോൾ അത് ഞാൻ എങ്ങനെ പറയുക? ലുക്ക്, ദ സൺ ഈസ് റൈസിങ്. കണ്ടോ? ദ സൺ ഈസ് റൈസിങ്. പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്നത് വ്യത്യാസമുണ്ട്. സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു. അപ്പം അവിടെ ഞാൻ എന്താ പറഞ്ഞത്? ഒരു ശാസ്ത്ര സത്യത്തെ പറ്റിയിട്ടാണ്, മാറ്റമില്ലാത്ത ഒരു സത്യം അല്ലേ? അപ്പം അവിടെ എന്താ പറയുക നമ്മൾ ഇംഗ്ലീഷിൽ? ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. കണ്ടോ? ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. അപ്പോൾ ആദ്യത്തേത് ഞാൻ എന്താ പറഞ്ഞത്? ദ സൺ ഈസ് റൈസിങ്. രണ്ടാമത്തേതിലോ? ദ സൺ റൈസസ്. അതുപോലെ തന്നെ വേറൊരെണ്ണം കേട്ടോ. ദാ വെള്ളം തിളയ്ക്കുകയാണ്, ആ സ്റ്റോവ് ഒന്ന് കെടുത്തു. എന്താ പറയുക? ദ വാട്ടർ ഈസ് ബോയിലിംഗ്, പ്ലീസ് ടേൺ ദ സ്റ്റോവ് ഓഫ്. കണ്ടോ? ദ വാട്ടർ ഈസ് ബോയിലിംഗ് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം വെള്ളം ഇപ്പോൾ തിളയ്ക്കുകയാണ്. പക്ഷെ അടുത്ത ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു. ഞാൻ പറഞ്ഞത് വെള്ളം 100 ഡിഗ്രിയിൽ തിളയ്ക്കുന്നു എന്നാണ്. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. കണ്ടോ? വാട്ടർ ബോയിൽസ് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇവിടെ അതൊരു സയൻറ്റിഫിക് ട്രൂത്താണ്, ഒരു ശാസ്ത്ര സത്യമാണ്, മാറ്റമൊന്നുമില്ല അതിന്. അവിടെ നമ്മൾ ING ചേർത്ത് പറയാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എപ്പോഴൊക്കെയാണ് നമ്മൾ വേർബിൻ്റെ കൂടെ ING ചേർക്കാൻ പാടില്ലാത്തതെന്ന്. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, മാറ്റമില്ലാത്ത കാര്യങ്ങൾ, പ്രപഞ്ച സത്യങ്ങൾ, അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ ഭാഗമായ കാര്യങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും വേർബിൻ്റെ കൂടെ ING ചേർത്ത് ഉപയോഗിക്കില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ചില പ്രത്യേകതരം വേർബുകളുടെ കൂടെ ഒരിക്കലും നമ്മൾ ING ചേർത്ത് ഉപയോഗിക്കില്ല. അപ്പോൾ അതിനുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോഴും നമുക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്, എങ്കിലും നമ്മൾ പറയുന്നത് വി ലൈക്ക് ഐസ്ക്രീം എന്നാണ്. വി ആർ ലൈക്കിംഗ് ഐസ്ക്രീം എന്ന് പറയില്ല. കാരണം നമ്മൾ ഈ ഇഷ്ടം അനിഷ്ടം ഒക്കെ കാണിക്കാൻ ഉപയോഗിക്കുന്ന തരം വേർബില്ലേ, ലൈക്ക്, ഹെയ്റ്റ് എന്നൊക്കെയുള്ള,
അങ്ങനെയുള്ള വേർബ്സിൻ്റെ കൂടെ നമ്മൾ ഒരിക്കലും ing ചേർക്കില്ല.